ചെയ്യുമായിരുന്നല്ലോ. എന്താണ് ഹിസാബ് യസീറ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നമ്മൾ പോയി നിൽക്കുമ്പോ വലതിലും ഇടതിലും ഇരിക്കുന്ന മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്ന നന്മതിന്മകൾ എഴുതിയ കിതാബുണ്ടല്ലോ. ആ കിതാബ് കൊണ്ടുവന്ന പടച്ചറപ്പേ മലക്കുകൾ നമ്മുടെ കയ്യിലേക്ക് തരുമല്ലോ. ആ സമയത്ത് ആ കിതാബ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോ അവിടെ ചോദിക്കുന്നു, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എല്ലാം ഉണ്ടല്ലോ അല്ലാ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാ. ജീവിതത്തിൽ ഓർമ്മ വെച്ച കാലം മുതൽ പ്രായപൂർത്തിയായ കാലം മുതൽ മരിക്കുന്നത് വരെ ഞാൻ ചെയ്തത് മുഴുവനും ഇതിനകത്തുണ്ടല്ലോ തമ്പുരാനെ. ഇതെന്ത് കിതാബാണല്ലാ, ഇതെന്ത് കിതാബാണല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് അവിടെ ചോദിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, ആ സമയത്ത് പടച്ചറപ്പ് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്നതനുസരിച്ചില്ലല്ലോ, ഒരുപാട് നിസ്കാരമില്ലല്ലോ. ഇതുപോലെ പടച്ചറപ്പ് ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം അല്ലാഹു അവിടെ നമ്മളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയാ. റബ്ബിന്റെ കരുണ കൊണ്ട്, റബ്ബിന്റെ കരുണ കണ്ട് നാളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ചില വിഭാഗമുണ്ട്. അല്ലാ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് മരണത്തിന് മുമ്പ് ചെയ്തു വെക്കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിനെ കുറിച്ച് നല്ലത് കരുതിക്കോ, ഒരു പ്രതീക്ഷ വെച്ചോ, ഒരു പ്രത്യാശ ഉണ്ടാക്കിക്കോ, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ സഹാബാ? ഒരു ഭയമുണ്ടാകണേ. അല്ലാഹുവിനെ പറ്റിയുള്ള ഒരു ഭയമുണ്ടല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദഖല അലാ ശാബുൻ വഹുവ ഫിൽ മൗതി ഫഖാല കൈഫ തജിദുക ഖാല വല്ലാഹി യാ റസൂലല്ലാഹ്